1 ലക്ഷം കൊടുക്കാനുള്ളത്. അതിൻ്റെ തെളിവ് ഒന്ന് നിരത്താൻ പറയണേ. പിന്നെ അതേപോലെ ഇനി അവൾക്ക് ടോട്ടൽ ബാലൻസ്, ആ ചെക്കൻ ഗൾഫ് പോയതിൻ്റെ ബാലൻസ് കൊടുക്കാൻ എത്ര ഉള്ളു അറിയോ? വെറും 14,000 രൂപയാണ്. ആ നാട്ടിൽ നിന്ന് അടിച്ചോട്ടിക്കാനും വഴിയില്ല. കളപ്പാന്നി താന്തനെയും കൊന്നു. ഇനി ഒരു തള്ളുണ്ട്, 2 പെങ്ങന്മാരും ഉണ്ട്. ആ തള്ളനെ അടുത്ത ആ നായി കൊല്ലും. ഇപ്പൊ ഇറങ്ങിയിരിക്കും അവന്റെ ഉമ്മാനെ കെട്ടിക്കാൻ എൻ്റെ അനിയനിക്ക് കൊടുത്ത പൈസ അവനിക്ക് തെളിവാണ്. ഇത്ര നാറി തെളിവ് നിനക്ക് ഞാൻ തരാടാ. ഇതറ മൈര, ഇതറ കാണടാ. നീ 15,000 ഫസ്റ്റ് അയച്ചു കൊടുത്തിട്ടാ മൈര. കാണിത് നീ ഫുള്ള് നീ കാണിതാ. ഇവിടെ നീ എന്ത് മൈരാടെ നീ എൻ്റെ അടുത്ത് തെളിവ് ചോദിക്കണ കള്ളപ്പാന്നി നായിന്റെ മോനെ. നീ പരാതി കൊണ്ട് ചെന്നപ്പോഴത്തേന് ഇവിടുത്തെ സാർമാർ ഞങ്ങളെ കിടന്ന് ദേഷിക്കുക, ഞങ്ങളുടെ നേരെ ദേഷിക്കുക. അവൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്. ഞങ്ങളെ ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടത്. അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ്. ഞങ്ങളെ ഞെട്ടിപ്പോയി. ഞങ്ങളടുത്ത് ദേഷ്യപ്പെടും. ഞങ്ങൾ പരാതിക്കാരാണ്. പക്ഷെ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാഹിദ ഷാജിയുടെ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ഇത് ചോദിച്ചിരുന്നു. നിങ്ങൾ അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം ഷാഹിദ ഷാജി വീഡിയോയിൽ പച്ചത്തെറിയും തോന്നിവാസങ്ങളും എല്ലാം വിളിച്ചു പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഞങ്ങൾ ഒരു ഷാഹിദ ഷാജി എന്നല്ല, ആര് സമൂഹത്തിൽ മോശമായ കാര്യം പറഞ്ഞാലും നല്ല കാര്യം പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മോശമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ അഭിപ്രായം ആ കാര്യത്തിലും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് പതിവ്. അതുപോലെ തന്നെ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ സംബന്ധിച്ച ഇന്ന് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ടായ ഒരു ദിവസമാണ്. അതുൽ ബ്ലോഗ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമ്മൾ രേണു സുധി നമ്മുടെ സുധിയുടെ ഭാര്യ കൊടുത്ത കേസിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്ന് നടന്നിരിക്കുകയാണ്. SI തന്നെ നേരിട്ട് രേണുവിനോട് പറയുകയാണ്, ഇതിൽ കേസെടുക്കാനുള്ള യാതൊരു വകുപ്പും ഇല്ല. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും നൽകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ കൈകടത്താൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തീർത്തും നിങ്ങൾ കാണും. അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ വീഡിയോയിലും ഒരുപാട് മോശകരമായ വസ്തുതകൾ പറയുന്ന ഒരു വീഡിയോ ആണ് ഷാജിദ. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകാത്ത ആരും തന്നെ എൻ്റെ വീഡിയോ കാണണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം ഇതിൽ കമൻറ്റ് എഴുതിയാലും മാത്രം മതി എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇന്നുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നമ്മൾ ഷാഹിദയുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, മുത്തുവിനെ പറ്റി ഒരുപാട് തെറി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഷാഹിദ പറയുന്നതായിട്ട്. ആ മുത്തു അവരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്കറിയില്ല. എന്നാലും ഇന്ന് ഉണ്ടായ ഒരു സംഭവത്തിൽ മുത്തുവിൻ്റെ ആദ്യത്തെ വീഡിയോ നമുക്ക് കാണാം. 1.5 ലക്ഷം 2 ലക്ഷം തരാനുണ്ട് എന്നൊരുപാട് വീഡിയോ ഷാഹിദ പറയുന്നതും തെറിയും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി മുത്തുവിൻ്റെ വാക്കുകളെ. നുണച്ചിൻ്റെ കാര്യം തന്നെയാണ്. എന്താന്ന് വെച്ചാല് ഇവള് പറയുന്നുണ്ടല്ലോ, ഇവളുടെ ഉമ്മ 1.5 ലക്ഷം കൊടുക്കാണ്ട് 1 ലക്ഷം കൊടുക്കാണ്ട്, അസ്രു അതായത് സിനാന്റെ ബ്രദർ 1 ലക്ഷം കൊടുക്കാണ്ട് എന്ന്. ഏത് വഴക്കായി ഡാഷ് മോൾക്ക് 1 ലക്ഷം കൊടുക്കാനുള്ളത്? അതിൻ്റെ തെളിവ് ഒന്ന് നിരത്താൻ പറയണേ. പിന്നെ അതേപോലെ ഇനി അവൾക്ക് ടോട്ടൽ ബാലൻസ്, ആ ചെക്കൻ ഗൾഫ് പോയതിൻ്റെ ബാലൻസ് കൊടുക്കാൻ എത്ര ഉള്ളു അറിയോ? വെറും 14,000 രൂപയാണ്. വെറും 14,000 രൂപ. ഇവള് പറഞ്ഞല്ലോ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് 50,000 കൊടുത്തു. അത് ഇവിടുന്ന് വിസിറ്റിങ്ങിന് പോകുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് എന്തോ കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 50,000 വാങ്ങിയത്. ആ 50,000-ൽ 3,000 കമ്മിയാക്കിയിട്ട് 47,000 രൂപ ഇവൻ അവിടെ എത്തിയ പാടെ മണി ട്രാൻസ്ഫർ ചെയ്താണ്. അതൊന്നും ഇവള് പറയില്ലല്ലോ. അതെന്താ ഇവള് പറയാത്ത? പച്ചക്കള്ള ഇവള് പറയണത്. അപ്പോൾ മുത്തു പറയുന്നുണ്ട്, ഷാഹിദ പറയുന്നത് പച്ചക്കള്ളത്രമാണ്. 1.5 ലക്ഷം കൊടുക്കാനുണ്ട്. അസുറു എന്ന് പറയുന്ന നമ്മുടെ സിനാന്റെ ബ്രദർ ഇത്ര കൊടുക്കാനുണ്ട് എന്നൊക്കെ പറയുന്നത് കള്ളത്തരമാണ്. അവന് ഗൾഫിൽ പോകുന്ന സമയത്ത് ഒരു 14,000 രൂപയും അതിനുശേഷം എയർപോർട്ടിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്, അത് വിസിറ്റിങ്ങിലൊക്കെ ഗൾഫിൽ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാകും, ഒരു 50,000 രൂപ വേണ്ടിയിരുന്നു. അത് കൊടുക്കുകയും അതുപോലെ തന്നെ അത് തിരിച്ച് 45,000 രൂപ മണി ട്രാൻസ്ഫർ ആയിട്ട് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ മുത്തു പറയുകയാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. അത് അവർക്കും പടച്ച തമ്പുരാനും മാത്രമേ അറിയുകയുള്ളൂ. എന്തോ ആവട്ടെ, അങ്ങനെ ഒരു വീഡിയോ ഇന്ന് പുറത്തു വന്നു. അതിന് മറുപടിയുമായിട്ട് നമ്മുടെ സാജിദ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബുലുസത്തായ തമ്പുരാനെ തീർച്ചയായിട്ടും നിങ്ങളത് കേൾക്കണം. ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യം എനിക്ക് തോന്നുന്നു. നമുക്ക് ആദ്യമായി ഷാജിദയുടെ അഭിപ്രായം കേൾക്കാം. അതിനുശേഷം നമ്മുടെ മറുപടി നമ്മൾ പറയുന്നതായിരിക്കും. എടാ നീ ആരടാ എൻ്റെ അളാമാന്റെ മോനിക്ക് പൈസ കൊടുത്ത തെളിവ് കാണിക്കും? നീ ആരടാ നാറി? നിന്റെ അടുത്ത് കാണിക്കേണ്ട ആവശ്യം എന്താടാ എനിക്ക്? നിന്റെ അടുത്ത് തെളിവ് കാണിക്കും? നിന്നെ ചെറ്റ
നിന്നെ ആ നെല്ലിക്കാട് നാട്ട് വെറുത്ത് നടക്കുന്ന നാടാണ്. നെല്ലിക്കാട് നാട്ടിൽ എൻ്റെ ഉമ്മയും എൻ്റെ അനിയത്തിമാരും എൻ്റെ മാമൻ്റെ മക്കളും എൻ്റെ മാമി അമ്മ എല്ലാവരും തെറ്റാന്ന് പറഞ്ഞ കഞ്ചാവടിയനെ ഒരാൾക്കും ഇഷ്ടമല്ല അവിടെ. ആ കഞ്ചാവടിയനെ ഒരുത്തനും ഇഷ്ടമല്ല. എല്ലാവരും അവനെ വെറുത്ത് ആ നാട്ടിലെ മക്കളെ എന്താ പറയാ ഓരോ ചെറിയ മക്കളുടെ കയ്യിലും കഞ്ചാവ് കൊടുത്തിട്ട് വലിപ്പിക്കണാണ് അവൻ. അത്തരം നാറിനെ ആ നാട്ടുകാർ വെറുത്ത് പോയിരിക്കാണ്. ആ നാട്ടിൽ നിന്ന് അടിച്ചോട്ടിക്കാനും വഴിയില്ല. കളപ്പാന്നി താന്തനെയും കൊന്നു. ഇനി ഒരു തള്ളുണ്ട്, 2 പെങ്ങന്മാരും ഉണ്ട്. ആ തള്ളനെ അടുത്താ നായി കൊല്ലും. ആ തള്ളനെ അടുത്താ നാറി കൊല്ലും. ഇപ്പൊ ഇറങ്ങിയിരിക്കും അവന്റെ ഉമ്മാനെ കെട്ടിക്കാന് എൻ്റെ അനിയനിക്ക് കൊടുത്ത പൈസ അവനിക്ക് തെളിവാണ് ഇത്ര നാറി. തെളിവ് നിനക്ക് ഞാൻ തരാടാ. ഷാജിയേട്ടൻ ഏജന്റ് ചത്തിട്ടൊന്നുമില്ലല്ലോ, ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലെ. ആ നാറി ഫോണ് ഓഫാക്കി വെച്ചാൽ ആ നാറി ചത്തിട്ടില്ലല്ലോ. ആ നാറി അവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. 2-3 എണ്ണത്തിന് കൊണ്ടുപോയതാണല്ലോ അല്ലെ. നിനക്ക് ഞാൻ തെളിവ് ഞാൻ കാണിച്ചു തരാടാ നാറിയെ. നിനക്ക് ഞാൻ തെളിവ് കാണിച്ചു തരാടാ നാറിയെ. ഇതറ മൈര ഇതറ കാണടാ. നീ 15,000 ഫസ്റ്റ് അയച്ചു കൊടുത്തിട്ടാ മൈര. കാണിത് നീ ഫുള്ള് നീ കാണിതാ. 3,500 അയച്ചു കൊടുത്തു. 2 പ്രാവശ്യം 3,500. 15,000. ഇതാ കാണട നാറിയെ, കാണടാ. ഷാജി ഇതാ ഷാജി കൃഷ്ണ ഷാജി മോനെ അയച്ചു കൊടുത്ത പൈസയുടെ നാറിയെ. നീ എവിടെടാ? നീ എന്ത് മൈരാട് നീ എൻ്റെ അടുത്ത് തെളിവ് ചോദിക്കണ കള്ളപ്പാന്നി നായിന്റെ മോനെ. നീ എൻ്റെ അടുത്ത് പൈസ കണക്ക് വയ്ക്കാൻ ആരാണ് നായി? നീ ആയടാ നീ 1 ഉറുപ്പ് നിന്റെ ഫ്രണ്ടിന് കൊടുത്തിട്ടാ നാറി. ചത്ത് ജീവിക്കണേ നീ കൊടുത്തിട്ടാ തന്തനെ കൊന്നോനെ. അപ്പോൾ ഷാജിദ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. എന്തൊക്കെ തന്നെ ആയാലും ഇങ്ങനെയാണോ അതിന് മറുപടി പറയേണ്ടത് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. കാരണം ഈ വീഡിയോ ചെയ്യുന്ന എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഞാനും, അതുപോലെ തന്നെ ഷാജിദ ഒരു ബ്ലോഗ് ചെയ്യുന്ന ആളാണ്. ഇതാണോ സോഷ്യൽ മീഡിയ കൊണ്ട് ചെയ്യേണ്ടത്? ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നതിനെ നിങ്ങൾ കുറ്റം പറയുന്ന സമയത്ത് ഇങ്ങനെയാണോ ഒരു മറുപടി കൊടുക്കേണ്ടത്? ഇനി മുത്തു എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ് എന്ന് തന്നെ വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെയാണോ? നമ്മൾ റിയാക്ട് ചെയ്യുന്നത് പോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന കാര്യത്തെ ഖണ്ഡിക്കാനും അതുപോലെ തന്നെ അവരുടെ വാദം മുന്നോട്ട് വെക്കുവാനും എല്ലാം അവർക്ക് അർഹതയും എല്ലാ സമയവുമുണ്ട്. എന്തിനാണ് ഇത്തരം വൃത്തികെട്ട വാക്കുകൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പറയുന്നത്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഷാജിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഷാജിദ ഈ പച്ചത്തെറി പറയുന്നത്. കാരണം ഇത് മുത്തു എന്ന് പറയുന്ന വ്യക്തി അവരുടെ വീട്ട് അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അതുമില്ല എന്ന് വിചാരിക്കുക, അദ്ദേഹത്തിൻ്റെ നമ്പർ തീർച്ചയായിട്ടും ഷാജിയുടെ കയ്യിലുണ്ട്. അവരെ വിളിച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമേ ഉള്ളൂ. എന്തിനാണ് ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുചിടുന്നത്? അവൻ്റെ മരിച്ചുപോയ വാപ്പായെ, അവൻ്റെ ഉമ്മായെ, പിന്നെ പറയുന്ന തെറികൾക്ക് യാതൊരു അറ്റവും കണക്കുമില്ല. എത്ര മോശകരമായ വാക്കുകളാണ്. അതൊന്നും നമുക്കിവിടെ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോലും കൊള്ളാത്ത കാര്യങ്ങളാണ്. എന്നിട്ടാണ് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു, അതിൽ നല്ലത് മറ്റതാണ് ഇങ്ങനെയാണെന്നൊക്കെ ഷാജിദ പറയുമ്പോൾ ഷാജിദ പറയുന്ന കാര്യങ്ങൾ അവരുടെ കുടുംബപരമായ കാര്യങ്ങളാണെങ്കിലും അത് പറയുന്നതിന് ഒരു ലിമിറ്റും അതുപോലെ തന്നെ ഒരു പരിധിയും എപ്പോഴും ഉണ്ടാകണം. അത് ഉണ്ടാകാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ പൈസപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തോ പൊരുത്തക്കേടുണ്ടോ, എന്താണ് സത്യാവസ്ഥ എന്ന് ഞങ്ങൾക്കറിയാത്തത് കൊണ്ട് അതിലേക്കൊന്നും ഞങ്ങൾ കണക്കുന്നില്ല. ഷാഹിദ് അതിൻ്റെ തെളിവൊക്കെ കാണിക്കുന്നുണ്ട്. ഇത്ര പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത്ര പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ തെളിവ് നിനക്ക് തരണോ, ഞാൻ എൻ്റെ ഇളയമാൻ്റെ മകന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ എനിക്കറിയാമൊക്കെ ഷാഹിദ പറയുന്നു. സത്യസന്ധമായി ചിലപ്പോൾ ഷാഹിദ ഭാഗത്ത് ശരിയുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഇത് മറുപടി പറയേണ്ട രീതി ഇത് അല്ല. അത് മാത്രമേ ഞങ്ങൾക്കൊരു അഭിപ്രായമുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ തെറി പറയുന്ന കൂട്ടത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾ നെല്ലിക്കാട് നിന്ന് അടിച്ചോടിച്ചവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് ഇതിലെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വാക്കുകളല്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള വാക്കുകൾക്കൊരു പരിധിയും ഒരു ലിമിറ്റും എപ്പോഴും നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്കും ഇത് കേൾക്കുന്ന ഞങ്ങൾക്കും നല്ലതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കി കേൾക്കാം. നാറി നിന്റെ തള്ളനെ നിന്റെ പെങ്ങന്മാരെ നീ അന്തസ്സായി നോക്കട കള്ള നായിന്റെ മോനെ. എന്നിട്ട് നീ വർത്താനം പറയട കള്ളപ്പാന്നി. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞിട്ട് നിന്റെ തന്ത 3-ാം മക്കൾ ചത്തൊടുങ്ങിയില്ലടാ കള്ളപ്പാന്നി, ചത്തൊടുങ്ങിയില്ലടാ. എന്നിട്ട് നീ എനിക്ക് ഉണ്ടാക്കാൻ വരടാ പാന്നി കള്ളപ്പന്നി. അവിടെ അടിച്ചു കൊല്ലാൻ ആളില്ലണ്ട. അടി കിട്ടി, എത്രയോ അടി കിട്ടി. ചാവണേന് മുന്നേ ആ തന്തയ്ക്കും കുറെ അടി മേടിച്ചു കൊടുത്തു നാറി. തന്ത ചാവണേന് മുന്നേ തന്തയ്ക്ക് കുറെ അടി കിട്ടിയിട്ടുണ്ട്. മകൻ അവിടെ തല്ലുണ്ടാക്കുക, തന്ത പോയി മുന്നിൽ നിൽക്കുക, തന്തയ്ക്ക് അടി കിട്ടുക. അങ്ങനെ തല്ലിയിട്ട് ആ തന്ത ചത്ത ഒടുങ്ങി കഴിഞ്ഞു. ഇപ്പൊ അവ ഇറങ്ങിയിരിക്കുക, അവ എന്നെ വെച്ച് പണം ഉണ്ടാക്കാറങ്ങ കള്ളപ്പന്നി തീട്ടം തന്നെയാ പോയിട്ട് നാറി. കഞ്ചാവടിക്കാൻ പൈസ ഇല്ലെങ്കിലേ
നിന്റെ ഉമ്മാനെ ഇറക്ക്. നിന്റെ ഉമ്മാക്കല്ലേ, ഉമ്മാക്ക് ആളിനെ വെച്ചുണ്ടാക്കി കൊടുക്ക്. തന്നല്ലോ. അപ്പൊ ഇപ്പൊ നല്ല മഴക്കാലാണ്, നല്ല അടിപൊളിയായിട്ട് നിന്റെ ഉമ്മാക്ക് നല്ല നല്ല രീതിയിൽ അപ്പം വെക്കാൻ പറ്റും. അപ്പം വിറ്റിട്ട് നിന്റെ ഉമ്മാന്റെ കാശ് കിട്ടണത് കൊണ്ട് കഞ്ചാവ് അടിക്കണം കള്ള നായേ. ആ പറയുന്നത് നിങ്ങൾ കേട്ടു കാണും. എത്ര മോശകരമായ വാക്കുകളാണ്. മരിച്ചുപോയ മുത്തുവിൻ്റെ ഉപ്പയെക്കുറിച്ച് പറയുകയാണ്. അവരുടെ ഉപ്പ 3-ാമത്തെ നാൾ ചത്തുപോയില്ലേ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചത്തുപോവുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അതൊരു മനുഷ്യനെ കൊണ്ട് ആരും പറയുകയില്ല. കാരണം പൂച്ച അല്ലെങ്കിൽ നായി അങ്ങനത്തെ സാധനങ്ങളെ കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ചത്തുപോയി എന്ന് പറയുന്നത്. ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് എന്തൊക്കെയായാലും മരിച്ചു കഴിഞ്ഞാൽ ഒരു മയ്യത്തിനോട് ഒരു സാമാന്യപരമായ ഒരു മര്യാദയുണ്ട്. മരണപ്പെട്ട് കഴിഞ്ഞ ഒരു ശരീരത്തോട്, ഒരു മയ്യത്തിനോട് നമ്മൾ, ഒരു മുസ്ലിമീങ്ങളായ നമ്മൾ തീർച്ചയായിട്ടും ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു ആദരവ് തീർച്ചയായിട്ടും നമ്മൾ പ്രകടിപ്പിക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആൾക്കാർക്ക് റസൂൽ വരെ മരണസമയത്ത് പൊരുത്തപ്പെട്ട് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അല്ലാതെ ഇത്തരം വാക്കുകൾ കൊണ്ട് ചത്തുപോയില്ലേ, 3-ാമത്തെ നാൾ അങ്ങനെ ആയിപ്പോയില്ലേ, ഇങ്ങനെ ആയിപ്പോയില്ലേ, നീ തന്തനെ കൊന്നില്ലേ, ഇനി നീ തള്ളനെയും കൊല്ലുമെന്നാണ് ഷാജിദ പറയുന്നത്. അങ്ങനെ വളരെ മോശകരമായ രീതിയിൽ ഒരു ഉമ്മയെയും ഒരു ഉപ്പയെയും വളരെ മോശകരമായ രീതിയിലാണ് ഷാജിദ നീ അഭിസംബോധന ചെയ്യുന്നത്. നാളെ നിനക്കും ജന്മം തന്ന ആൾക്കാർക്കും ഒരു മരണമുണ്ടാകും. അവരെക്കുറിച്ച് മറ്റാരെങ്കിലും ഇങ്ങനെ പറയുന്ന സമയത്താണ് നിനക്ക് അതിൻ്റെ വേദന മനസ്സിലാവുക. രണ്ടാമത്തെ ഒരു കാര്യം, നീ പറഞ്ഞു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ കണ്ടന്റ് ഉപയോഗിക്കുന്നതിന് പകരം സ്വന്തം ഉമ്മാൻ്റെ, അതെനിക്ക് ഇത് പറയാൻ തന്നെ മോശകരമായി തോന്നുന്നു, ആളെ കൂട്ടിക്കൊണ്ടുവരാണ് നീ പറയുന്നത്. ഇതൊന്നും ഒരു യൂട്യൂബിൽ എന്നല്ല, ഈ ലോകത്ത് എവിടെയും ഒരാളും പറയാൻ വേണ്ടി പാടില്ല. ഇനി ആ മകൻ ഒരുപാട് തെറ്റ് ചെയ്ത ഒരാളാണ് മുത്തു എന്ന് സങ്കല്പിക്കുന്നു. അവൻ ഒരുപാട് തെറ്റ് നിന്നോട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അവനോട് നീ പറയേണ്ട മറുപടിക്ക് ബദൽ അവരുടെ ഉമ്മാനെയും അതുപോലെ തന്നെ അവൻ്റെ 2 പെങ്ങന്മാരെയും നീ സമൂഹത്തിലിട്ട് നാറ്റിക്കുന്ന നീ പരിപാടി ഇന്നല്ലെങ്കിൽ നാളെ നിനക്കെന്നെ അത് തിരിച്ചടി ഉണ്ടാകും. അത് നീ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നീ പറയുന്ന ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും അവരുടെ കുടുംബത്തെ വെച്ച് നീ പറയുന്നത് തെറ്റാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മുത്തു നിന്നോട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അവനോട് തീർക്കുക, അല്ലെങ്കിൽ കേസ് കൊടുക്കുക. അതുമല്ലെങ്കിൽ അവനെ ഫോണിൽ വിളിച്ചിട്ട് നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അല്ലാതെ ഇത്തരം ഒരു കുടുംബത്തെ അടിച്ചാക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും യോജിക്കുന്നതല്ല. അത് നിനക്ക് എന്ന് മാത്രമല്ല ഈ സമൂഹത്തിനും ഇവിടെ ഈ വീഡിയോ കാണുന്ന ആർക്കും യോജിക്കുന്ന ഒരു കാര്യമല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മുന്നേ. രേണു സുധി കൊടുത്ത ഒരു പരാതി അതിലെന്ന് പറയുന്ന ബ്ലോഗർക്കെതിരെ ആ കള്ള പരാതിയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ യാതൊരു വകുപ്പുമില്ല എന്ന് പറഞ്ഞ് രേണു സുധിൻ്റെ അച്ഛനെ മടക്കിയതിന് ശേഷം രേണു സുധി തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നമുക്കതൊന്ന് കാണാം. പരാതി കൊണ്ട് ചെന്നപ്പോഴത്തേന് ഇവിടുത്തെ സാർമാർ ഞങ്ങളെ കിടന്ന് ദേഷിക്കുക, ഞങ്ങളുടെ നേരെ ദേഷിക്കുക. അവൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും പരാതി കൊടുക്കുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവർ ഇനി ഞങ്ങൾ ഈ കോടതി മാത്രമേ പോകുന്നു. കാരണം ഞങ്ങൾ അങ്ങനെ അതിനാവശ്യമില്ല. ഞങ്ങൾക്ക് നിയമത്തിൽ ഇതുള്ളവർ വിശ്വാസമുള്ളവർ മാത്രമേ ഞങ്ങൾ പരാതി കൊടുക്കൂ. സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് പ്രശ്നം. അതുപോലെ ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടത്. അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളടുത്ത് ദേഷ്യപ്പെടും. ഞങ്ങൾ പരാതിക്കാരാണ്. പക്ഷെ ഞങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് നൽകേണ്ട പരിഗണന ഭയങ്കരമായിട്ട് ഞങ്ങളടുത്ത് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. സ്ത്രീകൾ ഇങ്ങനെ എത്ര വലിയ ആളാണെന്നുള്ള ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ, കാര്യങ്ങൾ, ടെൻഷൻ അങ്ങനെ എല്ലാം കാണും. അത് തെറ്റല്ലെന്നാണ് അവർ പറഞ്ഞത്. ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല. ഒരു മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമം. ഇപ്പോൾ രേണു സുധി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഞങ്ങളോട് ഇങ്ങോട്ട് ചൂടാവുകയാണ്, പരാതിക്കാരായ ഞങ്ങളോടാണ് പോലീസ് ഇങ്ങോട്ട് ചൂടാവുന്നത്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കാൻ കൂട്ടാക്കിയില്ല, FIR ഇടാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധി പൊട്ടിക്കരയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഏതൊരു സ്റ്റേഷനിൽ പോയാലും, ഏതൊരു SIൻ്റെ അടുത്ത് പോയാലും, ഏതൊരു ASIൻ്റെ അടുത്ത് പോയാലും, ഏതൊരു SPൻ്റെ അടുത്ത് പോയാലും ഒരു സ്ത്രീ പോയി പറയുന്ന സമയത്ത് എല്ലാവിധ മാന്യതയോടുകൂടിയും അതുപോലെ തന്നെ അവർ പരാതി മുഴുവൻ അവർ കേൾക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ രേണു സുധി പറയുന്നതനുസരിച്ച് അവിടെ ഒരു FIR ഇട്ട് ഒരു കേസെടുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞ വീഡിയോയിൽ ഈ പറയുന്ന വ്യക്തിക്കെതിരെ എന്തെങ്കിലും മോശകരമായ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണം. ഞാൻ റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു സ്ത്രീയെയും, സാജിദ അടക്കമുള്ള ഒരു സ്ത്രീയെയും ഞങ്ങൾ മോശകരമായിട്ട് നമ്മൾ വീഡിയോയിലോ നമ്മൾ ഒരു വാക്കുകൊണ്ടും നമ്മൾ നോവിക്കാറില്ല. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യും, അതിനെ നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തും, അതിനെതിരെ പ്രതികരണങ്ങൾ നടത്തും. അതെല്ലാം സ്വാഭാവികമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട്
അവിടുന്ന് SI സംപ്രേഷണം ചെയ്ത് മുഴുവനായിട്ട് കേട്ടു എന്നാണ് അതുൽ എന്ന് പറയുന്ന ബ്ലോഗർ തന്നെ പറയുന്നത്. ശേഷം പറയുകയാണ്, ഇതിൽ യാതൊരു പ്രശ്നവും എവിടെയും എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. റിയാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ മൗലിക അവകാശത്തിൽപ്പെട്ട ഒന്നാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങളെ അവകാശത്തിൽ കൈകടത്താത്തോളം കാലം ഞങ്ങൾക്കത് പറയാനുള്ള അർഹതയും അതുപോലെ തന്നെ അവകാശവും നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എന്നാണ് സ്നേഹപൂർവ്വം എന്നെ തിരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ എൻ്റെ വീഡിയോൻ്റെ താഴെ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്, അല്ലാതെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. എന്നാലും ഈ ഒരു കാരണം നിങ്ങൾ കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്ക് നിയമം അനുവദിക്കുന്ന ആ ഒരു സംരക്ഷണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഞങ്ങൾ പ്രതികരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ട എന്ന് മാത്രമേ ഞങ്ങൾക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളൂ. അവൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരം കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്. അത് അല്ല എങ്കിൽ യാതൊരു കാരണവശാലും അവർ സോഷ്യൽ മീഡിയയായ ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംവിധാനത്തിൽ കൊണ്ടുവച്ച് അത് പോസ്റ്റ് ചെയ്യുകയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.